എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം രാത്രിയിൽ ഒരു 10:30 ആയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ വിളിച്ച് അപ്പോൾ ഭർത്താവ് മദ്യപിച്ച് ഭയങ്കര ബഹളമാണ്, കുട്ടികളെ കൊല്ലാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് വണ്ടി എടുത്ത് ഒരു 15 മിനിറ്റ് വേണം അവരുടെ വീട്ടിൽ ചെല്ലാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൃഹനാഥൻ ഇങ്ങനെ പരശുരാമൻ മഴുവായിട്ട് നിൽക്കുന്ന പോലെ ഒരു കൈക്കോടാലിയായിട്ട് തിണ്ണയിലിങ്ങനെ നിൽക്കുക. അപ്പോൾ വാതിലൊക്കെ തുറന്ന് കിടപ്പുണ്ട്, ഒരു വാതിലിൻ്റെ ഒരു പാളി ഇങ്ങനെ പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം ഇയാളെ പെട്ടെന്ന് ഞങ്ങൾ കുടയിലേക്ക് മേടിച്ച് പയ്യെ അവിടെ നിർത്തി. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ വീട്ടമ്മ പറഞ്ഞു, ഒരു കൊച്ചിനെ കണ്ടില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം അപ്പോൾ എന്താ ചെയ്തേ? അപ്പോൾ ഇവൻ മദ്യപിച്ച് വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഈ മൂത്ത കൊച്ചിനെ, ഒരു 5-8 വയസ്സുണ്ട്, ഒരു പെൺകൊച്ച്, ഇതിനെ കയ്യെ പിടിച്ച് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ അവിടെയൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേനും താഴെ കയ്യാലയുടെ താഴെ വാഴച്ചോട്ടിൽ കൊച്ച് കിടക്കുക. പിന്നെ കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു, ഒരു കൊച്ച് ഇവിടെ ഒളിച്ചിരിക്കുക, പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് അവിടെ ഒരു കട്ടിലേ ഉള്ളൂ, ആ കട്ടിൻ്റെ അടി കയറി ഒളിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഈ മദ്യപിച്ചിട്ട് ചെയ്യുന്ന, അതായത് സാധാരണ കൂലിപ്പണിക്കാരായ ആളുകൾ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്തെല്ലാം ഇതൊരു വലിയ പ്രശ്നമാണ്. മദ്യപിച്ചിട്ട് കുട്ടികളെ ഉപദ്രവിക്കുക, ഭാര്യയെ ഉപദ്രവിക്കുക, അത് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു പണി ചെയ്തു, ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നാലും നടപടിയൊക്കെ എടുത്തു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, മദ്യപാനം നിർത്തുമൊന്നുമില്ല. ഞാൻ ഈ കുട്ടിയെ കൊണ്ട്, അപ്പോൾ ഇവന് ക്ലാസ് കൊടുത്തു. പിറ്റേ ദിവസം ക്ലാസ് മേടിച്ചാണ് മിക്കവരും ഇത് നിർത്തുന്നത്. പിറ്റേ ദിവസം ഈ കുട്ടിയെ കൊണ്ട്, അതായത് മൂത്ത പെൺകുട്ടിയെ കൊണ്ട് ഇവനോട് പറയിപ്പിച്ചു, എനിക്ക് പഠിക്കണം അച്ഛാ, എനിക്ക് പഠിച്ചൊരു ഡോക്ടറാകണം, അപ്പോൾ അച്ഛൻ ഇങ്ങനെ കുടിച്ചാൽ അത് പറ്റില്ല എന്ന് ഞാൻ ഈ കുട്ടിയെ കൊണ്ട് 3 ദിവസം ഇയാളെ സ്റ്റേഷനിൽ വരുത്തിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു, ഈ അച്ഛനോട് പറയിപ്പിച്ചു. എന്താണേലും അത് ഫലിച്ചു. എനിക്ക് പഠിച്ച് ഡോക്ടറാകണം, അച്ഛൻ ഈ കുടിക്കുന്ന പൈസ ബാങ്കിലിട്ടാലേ എനിക്ക് ഡോക്ടറാകാൻ പറ്റുള്ളൂ എന്ന് അയാളെ ബോധ്യപ്പെടുത്തി. ആ കുട്ടീനെ കൊണ്ട് പറയിപ്പിച്ച് അയാളെ ബോധ്യപ്പെടുത്തി. ഏതായാലും അയാൾ കുടിയൊക്കെ നിർത്തി, ഇപ്പോൾ നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അന്വേഷിച്ചായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും, അല്ലെങ്കിൽ ഇവന്മാരെ വിട്ടുപോകും ചിലപ്പം. അപ്പോൾ അങ്ങനെ ഈ മദ്യപാനം വരുത്തി വെക്കുന്ന ഒരു പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ഭാവി കളയുന്ന എത്രയോ ദുരന്തങ്ങളാണ് ഈ മദ്യം ഉണ്ടാക്കി വെക്കുന്നത്.